കോഴിക്കോട് ഓടുന്ന കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. നടന്നത് ആസൂത്രിത കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നതായി യുവതിയുടെ അമ്മാവൻ AK സത്യൻ പറയുന്നു. അതേസമയം തീപിടുത്തത്തിന് കാരണം വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ചെറുവണ്ണൂർ സ്വദേശി സോന മരിച്ചത്. കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി സോന മരിച്ച സംഭവത്തിലാണ് ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വരുന്നത്. അപകടം മറ്റാരെങ്കിലും ആസൂത്രണം ചെയ്ത കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുവെന്നാണ് സോനയുടെ അമ്മാവൻ AK സത്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കാറിനുള്ളിൽ അപകടകരമായ എന്തെങ്കിലും വസ്തു ഉണ്ടായിരുന്നിരിക്കാം. സോനയെ മുൻസീറ്റിലിരുത്താതെ പിന്നിലിരുത്തിയതും സംശയം വർദ്ധിപ്പിക്കുന്നുവെന്നും ഭർത്താവ് രജിൻലാലിനെതിരെ സംശയമുണ്ടെന്നും സോനയുടെ കുടുംബം പറഞ്ഞു. വളരെ ദുരൂഹതമായ സംഭവമാണ് കാണുന്നത്. വളരെ അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഇത് നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതിൽ കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോനയുടെ ഭർത്താവ് രജിൻലാലിനെതിരെ വനിതാ കമ്മീഷനും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സോനയുടെ കുടുംബം. അതേസമയം ഫോറൻസിക് വിഭാഗം കാറിൽ നടത്തിയ പരിശോധനയിൽ വയറുകൾക്കോ പെട്രോൾ ടാങ്കിനോ കേടുപാടുകൾ കണ്ടെത്താനായിട്ടില്ല. AC-യിൽ നിന്ന് ലീക്കുണ്ടായിട്ടില്ലെന്നും സ്ഥിരീകരിച്ചു. തീപിടുത്തത്തിന് കാരണം വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാറിനുള്ളിൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഒപ്പം മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ചെറുവണ്ണൂർ സ്വദേശി സോന മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻ ചികിത്സയിൽ തുടരുകയാണ്. ജനം, കോഴിക്കോട്.